ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി നടക്കുന്നത് എവിടെയാണ്? ആനക്കാംപൊയിൽ. പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 31-നാണ്. IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഊർജിത് പട്ടേൽ ചുമതലയേറ്റു. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? കിരൺ ദേശായി. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കിരൺ ദേശായി. അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിൻ്റെ മോഡൽ തയ്യാറാക്കിയതാരാണ്? ISRO. കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റി അയക്കുന്ന കുരുമുളക് ഇനങ്ങളാണ് കരിമുണ്ട, പന്നിയൂർ 1. എല്ലാവർക്കും അറിയാവുന്ന കാര്യം പന്നിയൂർ 1 എന്നുള്ളത് കുരുമുളക് ഇനമാണെന്ന്. അപ്പോൾ കരിമുണ്ട എന്നതും കുരുമുളക് ഇനം തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഉഗാണ്ടയിലേക്ക് കയറ്റി അയക്കുന്ന പ്രധാന കുരുമുളക് ഇനങ്ങളാണ് ഏതൊക്കെ? കരിമുണ്ടയും പന്നിയൂർ 1. 18ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് E. സന്തോഷ് കുമാർ. 18ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവാരാണ്? E. സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത്? തപോമയുടെ അച്ഛൻ. IoT അധിഷ്ഠിത പഞ്ചായത്ത്. കേരളത്തിലെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്ത്. കേരളത്തിലെ ഈ IoT അധിഷ്ഠിത പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്ത്. യുവാക്കൾക്ക് വേണ്ടി 2025 ഓഗസ്റ്റ് 15-ന് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഏതാണ്? പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗർ യോജന. ഒന്നും കൂടി നോക്കാം. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയ്ക്ക് വേണ്ടി പദ്ധതി നടക്കുന്നത് എവിടെയാണ്? ആനക്കാംപൊയിൽ 2025 ഓഗസ്റ്റ് 31-ന് ഉദ്ഘാടനം ചെയ്തു. IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഊർജിത് പട്ടേൽ. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കിരൺ ദേശായി. അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിൻ്റെ മോഡൽ പുറത്തിറക്കിയത് ISRO. കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റി അയക്കുന്ന കുരുമുളക് ഇനങ്ങളാണ് കരിമുണ്ട, പന്നിയൂർ 1 എന്നിവ. 18ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവാണ് E. സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. IoT അധിഷ്ഠിത പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്ത്. യുവാക്കൾക്ക് വേണ്ടി 2025 ഓഗസ്റ്റ് 15-ന് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗർ യോജന. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി ഓഫീസർമാരുടെ സംഘത്തിലെ ഇന്ത്യയിലെ ഓഫീസർമാരെ നയിക്കുന്നതാരാണ്? ഓം ബിർള. ആഗോള ഭക്ഷ്യദാരിദ്ര്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഏത് സംഘടനയുമായിട്ടാണ് 2025 സഹകരിക്കുന്നത്? WFP. സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് പ്രാപ്തരാകാൻ വേണ്ടി നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ധനുസ്. IRDAയുടെ ചെയർമാൻ ആരാണ്? അജയ് സേത്ത്. അരുന്ധതി റോയുടെ പുതിയ പുസ്തകം ഏതാണ്? മദർ മേരി കംസ് ടു മീ. കാനഡയിലുള്ള ഇന്ത്യയിലെ ഹൈക്കമ്മീഷണർ ആരാണ്? ദിനേശ് പട്നായിക്. കാനഡയിലുള്ള ഇന്ത്യയിലെ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക്. ലോക ചാമ്പ്യൻഷിപ്പ് യോഗ്യത നേടുന്ന പുരുഷ സ്പ്രിൻ്ററാണ് അനിമേഷ് കുജൂർ. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി ഓഫീസർമാരുടെ സംഘത്തിലെ ഇന്ത്യയിലെ ഓഫീസർമാരെ നയിക്കുന്നത് ഓം ബിർള. ആഗോള ഭക്ഷ്യദാരിദ്ര്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഏത് സംഘടനയുമായിട്ടാണ് സഹകരിക്കുന്നത്? WFP. സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് പ്രാപ്തരാക്കാൻ വേണ്ടി നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ധനുസ്. IRDAയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അജയ് സേത്ത്. അരുന്ധതി റോയുടെ പുതിയ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. കാനഡയിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആരാണ്? ദിനേശ് പട്നായിക്. ലോക ചാമ്പ്യൻഷിപ്പ് യോഗ്യത നേടുന്ന പുരുഷ സ്പ്രിൻ്ററാണ് അനിമേഷ് കുജൂർ. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.